ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമുക്കറിയാം തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 3 സെക്ഷനുകളാണ് നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നത്. സെക്ഷൻ നമ്പർ 1 തെർമോഡൈനാമിക് ടേംസ് ആൻഡ് കോൺസെപ്റ്റ് പറഞ്ഞു, ടൈപ്സ് ഓഫ് തെർമോഡൈനാമിക് സിസ്റ്റം പറഞ്ഞു, എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി പറഞ്ഞു, സ്റ്റേറ്റ് ഫംഗ്ഷൻ ആൻഡ് പാത്ത് ഫംഗ്ഷൻ പറഞ്ഞു, തെർമോഡൈനാമിക് പ്രോസസ്സ് പറഞ്ഞു, നേച്ചർ ഓഫ് ഹീറ്റ് ആൻഡ് വർക്ക് പറഞ്ഞു. സെക്ഷൻ നമ്പർ 2 നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ കുറിച്ചാണ് സംസാരിച്ചത്. സെക്ഷൻ നമ്പർ 3 എൻതാൽപ്പി ആൻഡ് എൻതാൽപ്പി ചേഞ്ച് പറഞ്ഞു, റിലേഷൻ ബിറ്റ്വീൻ ഡെൽറ്റ ഇ ആൻഡ് ഡെൽറ്റ എച്ച് പറഞ്ഞു, എൻഡോതെർമിക് ആൻഡ് എക്സോതെർമിക് പ്രോസസ് പറഞ്ഞു, ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞു. അല്ലേ, ഇത്രയും കാര്യങ്ങളിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ചാപ്റ്ററിൻ്റെ 4ാമത്തെ സെക്ഷനിലേക്കാണ്. ദാറ്റ് ഈസ് സെക്ഷൻ നമ്പർ 4. ഈ സെക്ഷൻ നമ്പർ 4 എന്ന് പറഞ്ഞാൽ അതൊരു ഡെറിവേഷനാണ്. ഡെറിവേഷൻ എന്ത് കണ്ടുപിടിക്കാനുള്ള ഡെറിവേഷനാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് പറയുക: വർക്ക് ഡൺ ഡ്യൂറിങ് റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ്. അതായത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആയിട്ടുള്ള ഒരു ഐസോതെർമൽ കണ്ടീഷനിലുള്ള ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് നമ്മൾ ഇതിനകത്ത് പറയാൻ വേണ്ടി പോകുന്നത്. വർക്ക് ഡൺ ഡ്യൂറിങ് റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ്. ഒരു ഡെറിവേഷനാണ്, വർക്ക് കണ്ടുപിടിക്കാനുള്ള. അതാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും ഹെഡിങ് എഴുതിക്കൊള്ളുക. ദാറ്റ് ഈസ് സെക്ഷൻ നമ്പർ 4. തെർമോഡൈനാമിക്സിൻ്റെ 4ാമത്തെ സെക്ഷനാണ്. ദാറ്റ് ഈസ് സെക്ഷൻ നമ്പർ 4. ദാറ്റ് ഈസ് ഹെഡിങ് എഴുതിക്കോളൂ എല്ലാവരും. നമ്മൾ സെക്ഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ് മാത്രമേ എഴുതിയിട്ടുണ്ടാവുള്ളൂ. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു വലിയ ഹെഡിങ് ആണ്, അതുകൊണ്ട് നമ്മൾ ഷോർട്ടാക്കി എഴുതിയാണ്. ഇത് ക്ലിയർ? എന്താ മക്കളെ, നമ്മൾ ഹെഡിങ് എന്താ? വർക്ക് ഡൺ ഡ്യൂറിങ് റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഐഡിയൽ ഗ്യാസിൻ്റെ എക്സ്പാൻഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഒന്നിൽ നിന്ന് വേറൊരു, ഇപ്പോൾ വോളിയം ആണെങ്കിൽ V1 നിന്ന് V2 ചേഞ്ച് ചെയ്യും, പ്രഷർ P1 നിന്ന് P2 ചെയ്യും. അവിടെ എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ വോളിയത്തിലും പ്രഷർ നടക്കുന്നുണ്ടാവും, മാറ്റം ഉണ്ടാവും. അടുത്തൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഐസോതെർമൽ എന്നാണ്. വാട്ട് ഈസ് ദ ഐസോതെർമൽ? നമ്മൾ ഓൾറെഡി പറഞ്ഞു തെർമോഡൈനാമിക് പ്രോസസ്സിനകത്ത് ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻ എന്താണ്? ഇറ്റ് ഈസ് റിവേഴ്സിബിൾ. എന്താണ് റിവേഴ്സിബിൾ പ്രോസസ്? നമ്മൾ ഓൾറെഡി പറഞ്ഞാൽ 2 ഡയറക്ഷനിലേക്കും റിയാക്ഷൻ നടക്കുന്നുണ്ടാവും. അവരുടെ എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. വർക്ക് ഡൺ ഡ്യൂറിങ് റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ പറയാൻ വേണ്ടി പോകുന്ന കാര്യം ശ്രദ്ധിക്കുക. എല്ലാവരും ഇവിടെ നോക്കുക. അതായത് ഞാനൊരു സിസ്റ്റം എടുക്കുകയാണ്. ഉദാഹരണത്തിന് ഇതൊരു സിസ്റ്റമാണെന്ന് വിളിക്കുക. എന്താണ്? ഇതൊരു സിസ്റ്റമാണ് എന്ന് വിചാരിക്കുക. ഞാൻ ഈ സിസ്റ്റത്തിനകത്തേക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്? ഹീറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും ഹീറ്റ് സപ്ലൈഡ് ടു ആൻ ഐഡിയൽ ഗ്യാസ്. അതായത് ഞാനൊരു സിസ്റ്റത്തിനകത്തേക്ക് ഹീറ്റ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മക്കളെ? ഇഫ് ഹീറ്റ് ഈസ് സപ്ലൈഡ് ടു ആൻ ഐഡിയൽ ഗ്യാസ് അണ്ടർ ഐസോതെർമൽ കണ്ടീഷൻ. ഐസോതെർമൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ച് ഞാനൊരു സിസ്റ്റത്തിനകത്തേക്ക് ഹീറ്റ് സപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും? അയാൾക്ക് എക്സ്പാൻഷൻ സംഭവിക്കും. ശരിയല്ലേ? വോളിയം V1 നിന്ന് V2 പ്രഷർ P1 നിന്ന് P2 ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെയാണ് പറയാം, ഇഫ് ഹീറ്റ് ഈസ് സപ്ലൈഡ് ടു ആൻ ഐഡിയൽ ഗ്യാസ് അണ്ടർ ഐസോതെർമൽ കണ്ടീഷൻ ദ വോളിയം ഈസ് ചേഞ്ച്ഡ് ഫ്രം V1 to V2. അതായത് ആദ്യം ഇങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അത് ഇതിനേക്കാളും വലിയ വോളിയമായിട്ട് മാറും, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് V1 നിന്ന് എന്തിലേക്ക് മാറ്റും? V2 മാറും. പ്രഷർ അതുപോലെ P1 നിന്ന് എന്തിലേക്ക് മാറും? P2 മാറും. അങ്ങനെയാണ് എങ്കിൽ ഞാനിതിൻ്റെ ഒരു ചെറിയ ഏരിയ എടുക്കും. ഞാനിതിൻ്റെ ഒരു ചെറിയ ഏരിയ എടുത്തിട്ട് ഈ ചെറിയ ഏരിയയുടെ വർക്ക് ഞാൻ എന്ത് ചെയ്യും മക്കളെ? കണ്ടുപിടിക്കും. ഈ ചെറിയ ഏരിയയുടെ വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ടോട്ടൽ ഏരിയയുടെ വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്തമാറ്റിക്സിനകത്ത് ഒരു മാത്തമാറ്റിക്കൽ പ്രോസസ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ എന്നാണ് പറയുക. എന്താ പറയുക? ഇൻ്റഗ്രേഷൻ. നിങ്ങൾ മാത്തമാറ്റിക്സിനകത്ത് നിങ്ങൾ സെക്കൻഡ് ഇയറിനകത്ത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ഒരു ടോപ്പിക്കാണ് ഇൻ്റഗ്രേഷൻ. വാട്ട് ഈസ് ഇൻ്റഗ്രേഷൻ? എന്താണ് ഇൻ്റഗ്രേഷൻ എന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു സമ്മേഷൻ ടെക്നിക്കാണ്. ഇൻ്റഗ്രേഷൻ എന്താണ്? സമ്മേഷൻ ടെക്നിക്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഞാൻ ഇതൊരു റൂമാണെന്ന് വിചാരിക്കുക. ഒരു റൂമിൻ്റെ സർഫസ് ഏരിയ ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഈ റൂം എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കണേ, ഞാൻ എന്താണ് ഇൻ്റഗ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൊരു സിമ്പിൾ ലോജിക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇതിപ്പോൾ ഒരു റൂമാണെന്നുണ്ടെങ്കിൽ ഇതൊരു റൂമാണ് എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇപ്പോൾ റൂമാണെന്നുണ്ടെങ്കിൽ ഇത് റൂമിൻ്റെ ഒരു ചെറിയ ഏരിയ ആണ്, അല്ലേ? ഇപ്പോൾ നമ്മൾ റൂമിനകത്ത് അടിയിലൊക്കെ നമ്മൾ ടൈലിടുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് ടൈലുകൾ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഈ റൂമിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടണമെങ്കിൽ ഈ ഒരാളുടെ സർഫസ് ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ ഈ സർഫസ് ഏരിയനെ ഇതിൻ്റെ ടോട്ടൽ എണ്ണം കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ ഏരിയ കിട്ടൂലേ?
ശരിയല്ലേ? ഇയാളുടെ ഏരിയ കിട്ടി, ഇതേപോലത്തെ കുറേ സാധനങ്ങളാണുള്ളത്. അപ്പോൾ ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് പ്ലസ് ഇങ്ങനത്തെ കുറേ എല്ലാം കൂടെ സമ്മയ്യല്ലേ, അത് നമ്മൾ പറയുന്ന പരിപാടിയാണ് ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പോയിന്റ് മുതൽ ഈ അവസാനത്തെ പോയിന്റ് വരെയുള്ള ഒന്നായിട്ട് അങ്ങ് സമ്മയും. അപ്പോൾ ടോട്ടൽ സമ്മയുമ്പോൾ എനിക്ക് ടോട്ടലായിട്ടുള്ള ഏരിയ കിട്ടൂലേ? അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻ്റഗ്രേഷൻ എന്നാണ് പറയുക. അപ്പോൾ ഇൻ്റഗ്രേഷനെ കുറിച്ച് നിങ്ങളിപ്പോൾ ശരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാനില്ല, നിങ്ങൾ ഈ ഫസ്റ്റ് ഇയറിനകത്ത് നിങ്ങൾ പഠിക്കുന്നില്ല. പക്ഷേ നമ്മൾ കെമിസ്ട്രിയിലും നമുക്ക് ഫിസിക്സിനകത്തും ഇൻ്റഗ്രേഷൻ ഫസ്റ്റ് ഇയറിനകത്ത് തന്നെ പലയിടങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള മാത്തമാറ്റിക്കൽ സ്റ്റേജുകളൊക്കെ നമ്മൾ നിങ്ങൾക്ക് ഈ ഡെറിവേഷൻ പറഞ്ഞു പോകുമ്പോൾ പറയും. കൂടുതലായിട്ട് നിങ്ങൾ ഇൻ്റഗ്രേഷനെ കുറിച്ചൊക്കെ നിങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്. സെക്കൻഡ് ഇയറിനകത്ത് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? ഈ ഡെറിവേഷൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ എഴുതുന്ന ഒരു ഇക്വേഷൻ മാത്രമാണ് നമുക്ക് കെമിസ്ട്രി വരുന്നത്. ബാക്കി ത്രൂ ഔട്ട് ഈ ഡെറിവേഷനിൽ വരുന്ന മുഴുവനും എന്താണ് മക്കളെ? മുഴുവനും മാത്തമാറ്റിക്സ് ആണ് എന്നുള്ള. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്രമാത്രം ശ്രദ്ധയോടുകൂടി ഞാൻ ഈ പറയുന്ന ഡെറിവേഷനെ നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഡെറിവേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഡയലോഗ് എന്തായിരുന്നു മക്കളെ? അതായത് ഇഫ് heat is supplied to an ideal gas under isothermal condition, if heat is supplied to an ideal gas under isothermal condition, the gas expand its volume from എവിടെ നിന്ന് എങ്ങോട്ടാ മക്കളെ? ആദ്യം V1 ആണെങ്കിൽ V1 നിന്ന് എങ്ങോട്ട് മാറും? V2ലേക്ക്. വോളിയം ഫ്രം V1 to V2 and pressure P1 to P2. Is it clear? പറഞ്ഞ വാക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇഫ് ഹീറ്റ് ഈസ് സപ്ലൈഡ് ടു ആൻ ഐഡിയൽ ഗ്യാസ് അണ്ടർ ഐസോതെർമൽ കണ്ടീഷൻ. എന്താ മക്കൾ ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആകുന്ന പ്രോസസ്സിനെയാണ് ഐസോതെർമൽ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ദ ഗ്യാസ് എക്സ്പാൻഡ് ഫ്രം ഇറ്റ്സ് വോളിയം V1 to V2 ആൻഡ് ദ പ്രഷർ P1 to P2. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഈ ഒരു ചെറിയ ഏരിയയുടെ വർക്ക്, അതായത് വർക്ക് ഡൺ ഫോർ an infinitesimally small expansion, that is dV, that is work done for infinitesimally small expansion, that is dV. അതായത് ഇതിൻ്റെ വോളിയം എന്നുള്ളത് ഞാൻ dV ആയിട്ട് കൺസിഡർ ചെയ്യാം. എന്താണ്? dV. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ വോളിയത്തെ എനിക്ക് V ആയിട്ട് എടുത്തൂടെ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ പറയാം, the work done for a infinitesimally small expansion dV is dW. അതായത് dV എന്ന് പറയുന്ന ഒരു സ്മോൾ എക്സ്പാൻഷൻ്റെ വർക്ക് ഒരു dW ആണെങ്കിൽ എനിക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ dWൻ്റെ വാല്യൂ നമ്മൾ പഠിച്ചാണ്. dW ദാറ്റ് ഈസ് -P/dV ആണ്. പഠിച്ചല്ലേ? നമ്മൾ P∆V നമ്മൾ പഠിച്ചല്ലേ മക്കളെ? വർക്ക് എന്ന് പറഞ്ഞാൽ -P∆V ആണ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ dVയുടെ വാല്യൂ എന്തായിരിക്കും? -P/dV. ഈ ഒരൊറ്റ ഇക്വേഷൻ മാത്രമാണ് നമ്മൾ കെമിസ്ട്രിയിൽ നമുക്ക് വരുന്നത്. ബാക്കി ത്രൂ ഔട്ട് ഇൻ ഈ ഡെറിവേഷൻ ഞാൻ പറയാൻ പോകുന്നത് എന്ത് വെച്ചിട്ടാണ്? മാത്തമാറ്റിക്സ് മാത്രമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് കൃത്യമാണെങ്കിൽ ഞാൻ എൻ്റെ ഡെറിവേഷനിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. പറഞ്ഞ കാര്യത്രേ ഉള്ളൂ. നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നു വർക്ക് ഡൺ ഡ്യൂറിങ് റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ് ആണ് പറയാൻ പോകുന്നത്. അതായത് ഞാനൊരു ഐഡിയൽ ഗ്യാസ് എടുത്ത് അതിനകത്തേക്ക് ഹീറ്റ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു മക്കളെ? അയാളുടെ വോളിയം V1 നിന്ന് V2ലേക്കും പ്രഷർ P1 നിന്ന് P2ലേക്കും എക്സ്പാൻഡ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഒരു ചെറിയ ഒരു ഏരിയയുടെ വർക്ക് dV എന്ന് പറയുന്ന എക്സ്പാൻഷൻ്റെ വർക്ക് dW ആണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും dW is equal to -P/dV. ആർ യു ഓക്കെ? ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ഫുൾ മാത്തമാറ്റിക്സ് ആണ്, എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ഇതിനെ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. ടോട്ടൽ വർക്കിനെ ഞാൻ W എന്ന് പറയാം. ടോട്ടൽ വർക്ക് ഇസ് W. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ രണ്ട് സൈഡിൽ എന്ത് ചെയ്യും? ഇൻ്റഗ്രേറ്റ്. ശ്രദ്ധിക്കണേ, ഇൻ്റഗ്രേറ്റ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിൽ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇൻ്റഗ്രൽ കാണുന്നുണ്ടോ മക്കളെ? ഇൻ്റഗ്രൽ dW ഇസ് ഈക്വൽ ടു മൈനസിനെ ഞാൻ പുറത്തെടുത്തു, ഇൻ്റഗ്രൽ P/dV. ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? രണ്ട് സൈഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇൻ്റഗ്രൽ dW ഇസ് ഈക്വൽ ടു -P/dV. മകളെ ഇത്
ചെറിയൊരു ഏരിയയുടെ വർക്കാണ് DW എങ്കിൽ ഈ ടോട്ടലിൻ്റെ വർക്കിനെ എനിക്ക് W എന്ന് പറഞ്ഞൂടെ. ഒരു ചെറിയ ഏരിയയുടെ വർക്ക് DW ആണെങ്കിൽ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ W അല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ DW എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് W ആണ്. W ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇൻ്റഗ്രൽ PdV. ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ മക്കളെ? ഇല്ല. ഇനി നിങ്ങൾക്കറിയാം W എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് ഇൻ്റഗ്രൽ PdV ആണ്. ഇവിടെ നിങ്ങൾക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടി? പിയുടെ വാല്യൂ കിട്ടി. നിങ്ങൾക്കറിയാം എന്താ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? വാട്ട് ഈസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നിങ്ങൾക്കറിയാം PV ഈസ് ഈക്വൽ ടു N ഇൻറ്റു R ഇൻറ്റു T ആണ്. എന്താ ഇക്വേഷൻ? PV ഈസ് ഈക്വൽ ടു NRT ആണ്. ഇതിൽ നിന്ന് P എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? P എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് NRT ഡിവൈഡഡ് ബൈ V ആണ് ഉണ്ടാവുക. ഞാൻ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു കേട്ടോ. ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുത്തു. നിങ്ങൾക്കറിയാം W ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇൻ്റഗ്രൽ PdV ആണ്. ഇവിടെ നിങ്ങൾക്ക് P എന്ന് പറഞ്ഞാൽ NRT ബൈ V കിട്ടി. അപ്പോൾ ഞാൻ ഈ Pക്ക് പകരം എന്ത് കൊടുക്കും? NRT ബൈ V കൊടുക്കും. അപ്പോൾ എങ്ങനെയുണ്ടാവും മക്കളെ ഇക്വേഷൻ? W ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കണേ, മൈനസ് ഇൻ്റഗ്രൽ Pക്ക് പകരം എന്ത് കൊടുക്കണം? NRT ബൈ V കൊടുക്കണം. NRT ഡിവൈഡഡ് ബൈ V ഇൻറ്റു ഇവിടെ ഒരു DV ആണ്. ഇത്രയും മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാവുന്നതാണ്. ആർക്കെങ്കിലും പിടികിട്ടാത്തതുണ്ടോ? W ഈസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ NRT ഡിവൈഡഡ് ബൈ V ഇൻറ്റു DV. എന്താ മക്കൾ ഇതിനകത്തുള്ള ഓരോ ടേം? N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്. R എന്ന് പറഞ്ഞാലോ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. T എന്ന് പറഞ്ഞാൽ എന്താ? ടെമ്പറേച്ചർ ആണ്. V എന്ന് പറഞ്ഞാൽ എന്താ? വോളിയമാണ് ഇൻറ്റു DV. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞു ഇത് മാത്രമേ നമുക്ക് കെമിസ്ട്രി വരുന്നുള്ളൂ. ബാക്കി ത്രൂ ഔട്ട് മാത്തമാറ്റിക്സ് ആണ്. നിങ്ങൾ ഇൻ്റഗ്രേഷൻ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ ഡെറിവേഷൻ പറയണമെങ്കിൽ ഇൻ്റഗ്രേഷൻ അറിയുകയും വേണം. അതുകൊണ്ട് ഞാനിവിടെ ഓരോ പറയുന്ന സ്റ്റെപ്പും കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ ഡെറിവേഷൻ മനസ്സിലാവും. ഓക്കെ, ഇനി ഇവിടെ നോക്കും മക്കളെ. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്. അതൊരു കോൺസ്റ്റൻ്റ് ആണ്. R എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. പേര് തന്നെ മനസ്സിലാവുന്നുണ്ട്, അതൊരു കോൺസ്റ്റൻ്റ് ആണ്. T എന്ന് പറഞ്ഞാൽ ദ ഐസോതെർമൽ പ്രോസസ് ആണെന്ന് ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. N കോൺസ്റ്റൻറ്റ്, R കോൺസ്റ്റൻറ്റ്, T കോൺസ്റ്റൻറ്റ്. എന്നാൽ ഇൻ്റഗ്രേഷൻ ഒന്ന് പഠിച്ചു വെച്ചാൽ ഇൻ്റഗ്രേഷൻ ഓഫ് എ കോൺസ്റ്റൻറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് എന്നാണ്. എന്താണ്? ഒരു കോൺസ്റ്റൻറ്റിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഒരു കോൺസ്റ്റൻ്റ് ആണെന്നാണ്. അപ്പോൾ ഞാൻ ഇസ് ഈക്വൽ ടു W ഇസ് ഈക്വൽ ടു മൈനസ് ഇവിടെ ഓൾറെഡി ഉണ്ട്, മൈനസ് എഴുതി. അങ്ങനെ ഇൻ്റഗ്രൽ ഈ 3 ആൾക്കാരും ഇൻ്റഗ്രേറ്റ് ചെയ്ത കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആ ആൾക്കാരൊക്കെ ഞാൻ പുറത്തെടുത്തു. NRT അവർക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് അതേ വാല്യൂ അല്ലേ കിട്ടുക? ആണ് ഇൻ്റഗ്രൽ. ബാക്കി പിന്നെ എന്താ ഉള്ളത്? DV ഡിവൈഡഡ് ബൈ V. മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? പിടികിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. W ഇസ് ഈക്വൽ ടു മൈനസ് NRT ഇൻറ്റു ഇൻ്റഗ്രൽ DV ബൈ V. ഇനി ഇൻ്റഗ്രേഷൻ്റെ റൂൾ പഠിപ്പിച്ചിട്ട് മക്കളെ, ഇൻ്റഗ്രൽ DX ബൈ X ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ DX ബൈ X എന്നുള്ളതിന് പകരമായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം 1/x dx. ദാറ്റ് ഈസ് കോൾഡ് log x. പഠിച്ചു വെച്ചോളൂ. ഇത് ഇൻ്റഗ്രേഷൻ്റെ റൂളാണ്. ഇൻ്റഗ്രൽ 1/x dx എന്ന് പറഞ്ഞാൽ log x ആണ്. അപ്പോൾ ഇത് സാറേ ലോഗ് എന്ന് നമ്മൾ LOG എന്നല്ല ഇതിൽ സാർ അതവിടെ LN എഴുതി. LN എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലോഗരിതമാണ്. LOG എന്ന് പറഞ്ഞാൽ അത് ബേസ്ഡ് ആൻഡ് ലോഗരിതമാണ്. LNൻ്റെ ലോഗ് ബേസ് 2 ആണ്. LOGയുടെ ബേസ് 10 ആണ്. അതാണ് ഡിഫറൻസ്. അപ്പോൾ ഇവിടെ LN x എന്നാണ്. ഇത് നമുക്ക് ഏതും പറയട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെയാണെങ്കിലും മക്കളെ ഇൻ്റഗ്രൽ 1/y dy എന്നാണെങ്കിലോ ഇത് ലോഗ് വയ്യോ, കാരണം ഇവിടെ എന്താണോ ഉള്ളത് അതാണ് ഇവിടെ ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഇനി ഇൻ്റഗ്രൽ 1/v dv ആണെങ്കിലോ ലോഗ് v എന്നുണ്ടാവും. ക്ലിയർ? എന്താണോ അടിയിൽ അത് തന്നെയാണ് ഇവിടെ വരിക, അതിനെയാണ് ഇവിടെ വരിക. ഇൻ്റഗ്രൽ 1/x dx ln x ആണ്. ഇൻ്റഗ്രൽ 1/y dy ln y ആണ്. ഇൻ്റഗ്രൽ 1/v dv അത് ln v ആണ്. ഇസ് ദാറ്റ് ക്ലിയർ? ഇത് ലോഗരിതത്തിൻ്റെ ഇൻ്റഗ്രേഷൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇൻ്റഗ്രേഷനിൽ ഒരുപാട് പ്രോപ്പർട്ടീസുകളുണ്ട്. നിങ്ങൾ അടുത്തൊല്ലം പഠിക്കും. ഇൻ്റഗ്രൽ എക്സ് എന്ന് പറഞ്ഞാൽ x² ആണ്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അത് നിങ്ങൾ ശേഷം പഠിക്കും. ഇൻ്റഗ്രൽ x റേസ് ടു എന്ന് പറഞ്ഞാൽ x റേസ് ടു n+1/n+1 അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസുകളുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാം അതേ സാധനമാണ് ഇവിടെ 1/v dv അല്ലുള്ളത്. 1/v dv ആണ് എന്താ വരിക? ln v അല്ല വരിക. അപ്പോൾ ഞാനതവിടെ കൊടുക്കാൻ വേണ്ടി പോകാൻ W ഇസ് ഈക്വൽ ടു മൈനസ് NRT ഇൻ്റഗ്രൽ DV ബൈ V, അല്ലെങ്കിൽ 1/x dx ln x ആണെങ്കിൽ 1/v dv എന്ന് പറഞ്ഞാൽ ln v ഉണ്ടാവും. ln v. ഇനി ഇതിലൊരു കാര്യം കൂടി പറയാം. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു വോളിയം എവിടുന്ന് എവിടെ വരെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്? V1 നിന്ന് V2ലേക്കാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതിന് ഞാൻ ഇതിൻ്റെ വോളിയം കൊടുക്കാൻ പോവാണ്. V1 to V2. എവിടെ മുതൽ എവിടെ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്? V1 to V2. ഇവിടെ ഞാൻ എവിടെ മുതൽ എവിടെ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്? V1 to V2. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ W എന്ന് പറഞ്ഞാൽ മൈനസ് NRT ln v എവിടെ മുതൽ എവിടെ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം? എവിടെ മുതൽ എവിടെ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം? V1 to
V2 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ക്ലിയർ ആയിട്ടുണ്ട് മക്കളെ? അതായത് W - nRT ln V1 to V2. അപ്പോൾ ഞാനിവിടെ ഇതാണ്, ദാറ്റ് ഈസ് -nRT ln V1 to V2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പർ ലിമിറ്റ് V2 ആണ്, ലോവർ ലിമിറ്റ് V1 ആണ്. അപ്പോൾ ആദ്യം ഞാൻ ഈ വിക്ക് പകരം V2 കൊടുക്കും, പിന്നെ അതിൻ്റെ V1 കൊടുക്കും. അപ്പോൾ എങ്ങനെ ഉണ്ടാവും? ln V2 - ln V1 എന്നുണ്ടാവുക. ശരിയാണോ? W -nRT ln V2 - V1. ഇനി മറ്റൊരു പ്രോപ്പർട്ടി കൂടി പഠിപ്പിച്ചുതരാം. ഇത് ലോഗരിതത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, log A - log B. log A - log B എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് log A/B ആണ്. പഠിച്ചു വെച്ചോളാം. log A - log B എന്താ മക്കളെ? log A/B ആണ്. log A - log B ദാറ്റ് ഈസ് log A/B. log A - log B ദാറ്റ് ഈസ് log A/B ആണ്. ഇനി ക്ലിയർ? log A + B എന്ന് പറഞ്ഞാൽ log A × log B ആണ് log A + B. ക്ലിയർ? അപ്പോൾ നിങ്ങൾ പഠിക്കും പിന്നെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ log V2 - log V1 എന്ന് പറഞ്ഞാൽ log A - log B ഫോമാറ്റിലല്ലേ? അപ്പോൾ എനിക്ക് log A/B നമ്മൾ log V2/V1 എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ W -nRT log V2 / V1 എന്നാണ് കിട്ടുക. ഈസ് ഇറ്റ് ക്ലിയർ? W -nRT log V2/V1. ഇനി മറ്റൊരു ഒരു ഇക്വേഷനാണ്, നമുക്ക് ഇക്വേഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ദാറ്റ് ഈസ് W -nRT log V2/V1. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ln ആണ്. ln ലോഗ് എന്ന് പറഞ്ഞാൽ ബേസ് 2 ആണ്. നമുക്കിതിനെ ബേസ് 10 കൺവേർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? അതിനൊരു പ്രോപ്പർട്ടി ഉണ്ട്, അതായത് ലോഗരിതത്തിൻ്റെ അടുത്ത പ്രോപ്പർട്ടിയാണ്. അതായത് ln x എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 2.303 log x ആണ് കേട്ടോ. പഠിച്ചു വെച്ചോളാം. ln x എന്ന് പറഞ്ഞാൽ എന്താ? 2.303 log. അതായത് ബേസ് 2നെ ബേസ് 10, അതായത് ബേസ് ചെയ്തിട്ട് ആവശ്യമില്ല, n എന്ന് എഴുതിയാൽ തന്നെ ബേസ് 2 ആണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ബേസ് കാണിച്ചത്. അതായത് ബേസ് 2 ബേസ് 10 കൺവേർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്നോട് എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 2.03 മൾട്ടിപ്ലൈ. അപ്പോൾ ഈ lനെ LOG ആക്കണേ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 2.03 മൾട്ടിപ്ലൈ. അപ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറും. W -2.303 nRT log V2/V1. W -2.303 nRT log V2/V1. Is it clear? W -2.303 nRT log V2/V1. ഇതാണ് വർക്ക് ഡൺ ഡ്യൂറിങ് റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. W -2.303 nRT log V2/V1. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ്, R എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, V1 and V2 ആർ ദ വോളിയം. V1 is the initial volume and V2 is the final volume. ഇനി ഒരു കാര്യം കൂടി പറയാം. നമ്മളിവിടെ വോളിയത്തിലും പറഞ്ഞു, ഇനി വേണമെങ്കിൽ നമുക്കിത് പ്രഷറിൽ പറയാം അല്ലേ? പ്രഷറിലാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം ബൈ ബോയിൽസ് ലോ. നിങ്ങൾക്കറിയാം ബോയിൽസ് ലോ എന്താ പറയുന്നത്? P1 V1 = P2 V2. നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ പഠിച്ചു. P1 V1 = P2 V2. അങ്ങനെയാണെങ്കിൽ V2/V1 എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? V2/V1 എന്ന് പറഞ്ഞാൽ P1/P2 അല്ലേ ഉണ്ടാവുക? ശരിയല്ലേ? ഞാൻ ഈ V1 അങ്ങോട്ട് വിട്ടേക്ക്, ഞാൻ P2 അങ്ങോട്ട്, അപ്പോൾ P1/P2 ഉണ്ടാവും. അപ്പോൾ എനിക്ക് V2/V1 പകരം വേണമെങ്കിൽ എന്ത് കൊടുക്കാം? P1/P2 കൊടുക്കാം. അപ്പോൾ അടുത്തൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. W -2.303 nRT log P1/P2. ദിസ് ഈസ് ദ പ്രഷറിലാണ്. നിങ്ങൾക്ക് പ്രഷറാണ് ക്വസ്റ്റ്യൻ എന്നെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്. മറിച്ച് നിങ്ങൾക്ക് വോളിയമാണ് തന്നതെങ്കിൽ നിങ്ങൾ ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് മക്കളെ? W -2.303 nRT log V2/V1 അല്ലെങ്കിൽ W -2.303 nRT log P1/P2. അപ്പോൾ എല്ലാവർക്കും ഒരു എന്താ പറയുക, വർക്ക് ഡൺ ഡ്യൂറിങ് റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസിൻ്റെ എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ള ഡെറിവേഷനാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. പിടികിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്തു നോക്കാം. മക്കളെ, ഇപ്പോൾ നമ്മൾ ഒരു ഡെറിവേഷൻ പറഞ്ഞു. വർക്ക് ഡൺ ഡ്യൂറിങ് റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്ന ഒരു ഡെറിവേഷനാണ് നമ്മളിവിടെ ഡെറൈവ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് വോളിയമാണ് തരുന്നെങ്കിൽ W -2.303 nRT log V2/V1 എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് പ്രഷറാണ് ക്വസ്റ്റ്യനിൽ വാല്യൂസ് തരുന്നതെങ്കിൽ നിങ്ങൾക്ക് W -2.303 nRT log P1/P2 നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം.
ഈ രണ്ട് ഇക്വേഷൻസുകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് വർക്കിൻ്റെ വാല്യൂസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് നമ്പർ ഓഫ് മോൾസിൻ്റെ വാല്യൂസ് നിങ്ങൾക്ക് തരണം. 6 യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ് നിങ്ങൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിനകത്ത് 6ൻ്റെ കുറേ വാല്യൂസുകൾ നിങ്ങൾ പഠിച്ചാണ്. 8.314 ജൂൾസ് പെർ കെൽവിൻസ് പെർ മോ, അതിൽ 0.081 ലിറ്റർ ATM പെർ കെൽവിൻ പെർ മോ, 0.083 ലിറ്റർ ബാർ പെർ കെൽവിൻ പെർ മോ, കാലറിയിലാണെങ്കിൽ 2 കാലറി പെർ കെൽവിൻ പെർ മോ. ദിസ് ഓൾ ആർ ദ വാല്യൂസ് ഓഫ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഇതൊക്കെ 6ൻ്റെ വാല്യൂകളാണ്. ഇത് ഓൾറെഡി നിങ്ങൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ എന്നിൻ്റെയും അതുപോലെ ടെമ്പറേച്ചറിൻ്റെയും അതുപോലെ വോളിയത്തിൻ്റെയും പ്രഷറിൻ്റെയൊക്കെ വാല്യൂസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വർക്ക് കണ്ടുപിടിക്കാമെന്നതുമായി ബന്ധപ്പെട്ട് മുമ്പ് ചോദിച്ച കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ അടുത്തായിട്ട് ചെയ്തു നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോരുത്തരായിട്ട് എൻ്റെ കൂടെ ക്വസ്റ്റ്യൻ എഴുതിക്കോളാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എഴുതാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? വാട്ട് വിൽ ബി ദ വർക്ക് ഡൺ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം എല്ലാവരും. വാട്ട്, ഇതാണ് മക്കളെ ചോദിച്ചിരിക്കുന്ന ചോദ്യം. വാട്ട് ഈസ് ദ വാല്യൂ, what is be the work done when 1 mole of a gas expand isothermally from 15 liter to 50 liter against a constant pressure of 1 atm at 25 degrees Celsius in calorie. അപ്പോൾ ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഇത് പ്രീവിയസ് ആയിട്ട് ഒരിക്കൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഇതെങ്ങനെ നമുക്ക് ഇതിന് ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്താ? വാട്ട് വിൽ ബി ദ വർക്ക് ഡൺ വെൻ 1 mole of a gas. മക്കളെ, വെൻ 1 mole of a gas എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം നമ്പർ ഓഫ് മോൾസിൻ്റെ വാല്യൂ 1 ആണ് എന്നുള്ളതാണ് അല്ലേ? വെൻ 1 mole എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് 1 ആണ്. എക്സ്പാൻഡ് ഫ്രം 15 ലിറ്റർ ടു 50 ലിറ്റർ അല്ലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം V1ൻ്റെ വാല്യൂ 15 ലിറ്റർ ആണ്, അതുപോലെ V2ൻ്റെ വാല്യൂ 50 ലിറ്റർ ആണ്. അടുത്ത കിട്ടി. അഗൻസ്റ്റ് എ കോൺസ്റ്റന്റ് പ്രഷർ, പ്രഷറിൻ്റെ വാല്യൂ ഒന്ന് 1 atm ആണ്. കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് ആവശ്യമില്ല. അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ്, ടെമ്പറേച്ചറിൻ്റെ വാല്യൂ ഒന്നും ടെമ്പറേച്ചർ ദാറ്റ് ഈസ് 25 ഡിഗ്രി സെൽഷ്യസ്. കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന എത്ര മക്കളെ? 273 + 25 ദാറ്റ് ഈസ് 298 കെൽവിനായി അല്ലേ? ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ഇൻ കലോറീസ്. നിങ്ങൾക്ക് കിട്ടുന്ന വർക്കിൻ്റെ വാല്യൂ എന്തിലാവണം മക്കളെ? കലോറിയിലാകണമെന്ന് ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്തിലാണെന്ന് പറഞ്ഞാൽ കലോറീസിലാകണമെന്ന് ക്വസ്റ്റ്യനിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട ഉത്തരം അത് കലോറീസിലാണ് എങ്കിൽ നിങ്ങൾ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് വാല്യൂ എന്തിലെടുക്കണം മക്കളെ? കലോറീസിലെടുക്കണം. ഈസ് ഇറ്റ് ക്ലിയർ? ഒന്നുകൂടെ പറയാം. നിങ്ങൾക്ക് വേണ്ട ഉത്തരം എന്തിൽ? കലോറീസിലാകണമെങ്കിൽ നിങ്ങൾ എടുക്കുന്ന യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് വാല്യൂ കലോറിയിലെടുക്കണം. കലോറിയിൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് വാല്യൂ എത്ര? അറിയാത്ത ആൾക്കാർ പഠിച്ചിട്ടുള്ള 2 കാലറി പെർ കെൽവിൻ പെർ മോൾ ആണ്. ഈസ് ഇറ്റ് ക്ലിയർ? 2 കാലറി പെർ കെൽവിൻ പെർ മോൾ. കാലറിയിലെ ആറിൻ്റെ വാല്യൂ 2 ആണ്. ഇനി മറിച്ച് ഇൻ ജൂൾ എന്നാണ് പറഞ്ഞിരുന്നെങ്കിലോ, ജൂളിൽ ആറിൻ്റെ വാല്യൂ എത്ര? 8.314 ജൂൾസ് പെർ കെൽവിൻസ് പെർ മോൾ. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആറിൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? വർക്കാണ്. അപ്പോൾ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. W = -2.303 n × r × t log V2 / V1. അപ്ലൈ ചെയ്താട്ടെ. ദാറ്റ് ഈസ് മൈനസ് ഇവിടെ ഉണ്ട്, 2.303 ഉണ്ട്, എന്നിൻ്റെ വാല്യൂ 1 തന്നിട്ടുണ്ട്, ആറിൻ്റെ വാല്യൂ കാലറിയിലായതുകൊണ്ട് 2. ഇവിടെ ആകെ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആകാൻ സാധ്യതയുള്ള ഒരൊറ്റ സാധനം, സാർ എന്തുകൊണ്ട് സാർ ആറിൻ്റെ വാല്യൂ 2 എടുത്തു? അതിന് ഉത്തരം എന്താ? നമുക്ക് വേണ്ട ഉത്തരം കലോറിയിലാണ്. കലോറിയിൽ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ടാണ് ഞാൻ 2 യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻറ്റു ടെമ്പറേച്ചറിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് 298 ഇൻറ്റു ലോഗ് ഓഫ് V2 എത്ര മക്കളെ? 50 / 50. ഓക്കെ, നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്ത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ദാറ്റ് ഈസ് -717.8 കാലറി എന്നാണ് ഉത്തരം കിട്ടും. -717.8 കിലോ കാലറി. ഓക്കെ, ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. പിടി കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഒന്നുകൂടി ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. വാട്ട് വിൽ ബി ദ വർക്ക് ഡൺ when 1 mole of a gas expand isothermally from 15 liter to 50 liter against a constant pressure of 1 atm at 25 degrees Celsius in calories. വാല്യൂ നിങ്ങൾക്ക് ഇവിടെ കിട്ടി. ശരിയല്ലേ? സംശയമുണ്ടോ? ഇല്ല. അപ്പോൾ എല്ലാവരും ചെയ്തെടുത്തോളാം. നമുക്ക് വേണമെങ്കിൽ ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്തു നോക്കാം. റെഡിയല്ലേ? നമ്മുടെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. വർക്ക് ഡൺ ഡ്യൂറിങ് റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ W = -2.303 nRT log V2 / V1. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. വാട്ട് ഈസ് ദ വർക്ക് ഡൺ വെൻ? അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വർക്ക് ഡൺ when 1 mole of a gas
expand, 1 mole of a gas expand isothermally from 25 liter to 250 liter, 25 liter to 250 liter at constant pressure of 1 atm and temperature of 300 Kelvin is in joules is. ഓക്കെ, അപ്പോൾ ഇവിടെ കിട്ടേണ്ട ഉത്തരം എന്തിലാണ് വേണ്ടത്? ജൂളിലാണ് വേണ്ടത്. അപ്പോൾ ആറിൻ്റെ വാല്യൂ ഏതായിരിക്കണ്ടേ? 8.314 ജൂൾസ് പെർ കെൽവിൻസ് പെർ മോളാണ്. ഇവിടെ നമുക്ക് എന്നിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എന്നിൻ്റെ വാല്യൂ എത്ര മക്കളെ പറ? തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്നിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1 mole of a gas expand isothermally from 25 to 250. Volume V1 25 liter and V2 that is 250 liter. പ്രഷർ തന്നിട്ടുണ്ട്, ടെമ്പറേച്ചറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ 300 Kelvin. മക്കളെന്ന് പറഞ്ഞാട്ടെ, വർക്ക് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? W is equal to minus of 2.303 N into R into T log V2 divided by V1. That is equal to minus of 2.303 N ന്റെ വാല്യൂ 1, R ന്റെ വാല്യൂ എത്ര? That is 8.314 into what is the value of temperature? That is 300 into log V2 divided by V1. Log T 250 divided by 25. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ദാറ്റ് ഈസ് -5744.14 ജൂൾ എന്നാണ് കിട്ടുക. ഡയറക്റ്റായിട്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വർക്ക് ഇനിയിപ്പോൾ പ്രഷറാണെങ്കിലും ഇതേപോലെ ഡയറക്റ്റായിട്ട് ഇതിനകത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെയാണ് വർക്ക് ഡൺ ഡ്യൂറിങ് റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. എല്ലാ ആൾക്കാരും പിടികിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതോടുകൂടി നമ്മുടെ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 4ാമത്തെ സെക്ഷനും കൂടി ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ടോട്ടലായിട്ട് 6 സെക്ഷനുകളാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. അതിൽ ഏറ്റവും വലിപ്പമുള്ള സെക്ഷൻ എന്ന് പറയുന്നത് 5ാമത്തെ സെക്ഷനാണെന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ അതും 5ാമത്തെ സെക്ഷനാണെന്നും ഏറ്റവും വലിപ്പമുള്ള സെക്ഷനും 5ാമത്തെ സെക്ഷനാണെന്നൊക്കെ നമ്മൾ മുമ്പ് സെക്ഷൻ എഴുതുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. ഇനി നമ്മൾ ആ സെക്ഷനിലേക്കാണ് കടന്നു പോകാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ എടുത്ത സെക്ഷനുകളൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് റീകോൾ ചെയ്തിട്ട് നമുക്ക് 5ാമത്തെ സെക്ഷനിലേക്ക് പോകാം. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, സെക്ഷൻ നമ്പർ 1-നകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത് തെർമോഡൈനാമിക് ടേംസ് ആൻഡ് കോൺസെപ്റ്റ്, ടൈപ്സ് ഓഫ് തെർമോഡൈനാമിക് സിസ്റ്റം, എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, സ്റ്റേറ്റ് ഫംഗ്ഷൻ ആൻഡ് പാത്ത് ഫംഗ്ഷൻ, തെർമോഡൈനാമിക് പ്രോസസ്സസ്, നേച്ചർ ഓഫ് ഹീറ്റ് ആൻഡ് വർക്ക്. സെക്ഷൻ നമ്പർ 2-നകത്ത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സെക്ഷൻ നമ്പർ 3 എൻതാൽപ്പി ആൻഡ് എൻതാൽപ്പി ചേഞ്ച്, റിലേഷൻ ബിറ്റ്വീൻ ഡെൽറ്റ ഇ ആൻഡ് ഡെൽറ്റ എച്ച്, എൻഡോതെർമിക് ആൻഡ് എക്സോതെർമിക് പ്രോസസ്, ഹീറ്റ് കപ്പാസിറ്റി. സെക്ഷൻ നമ്പർ 4-നകത്ത് വർക്ക് ഡൺ ഡ്യൂറിങ് റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ്. ഇനി നമ്മൾ 5ാമത്തെ സെക്ഷനിലേക്കാണ് കിടക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് എൻതാൽപ്പി ചേഞ്ചസ് ഡ്യൂറിങ് കെമിക്കൽ ചേഞ്ചസ്.